നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റൈലാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് ഡ്രസ്സസ് ഉണ്ടായിരിക്കും നമ്മുടെ ഷോപ്പിൽ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ടവൽ എത്ര രൂപയ്ക്ക്, 3000 രൂപയ്ക്കുള്ള ടവൽസ് നമ്മൾ ചാരിറ്റിക്ക് കൊടുക്കുന്നു. അപ്പോൾ ചാരിറ്റിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നിന്നും ഈ ടവൽ പുറത്തോട്ട് പോവുകയാണ്, ചാരിറ്റിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ടവൽ പോയി എന്ന് നമ്മൾ കാണിക്കണം. എങ്ങോട്ട് പോയി? ചാരിറ്റിക്ക് കൊടുത്തു എന്ന് കാണിക്കണം. അപ്പോൾ ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഒരു എക്സ്പെൻസാണ്. കാരണം നമുക്ക് എന്ത് കിട്ടുന്നില്ലല്ലോ, നമുക്കിവിടെ ക്യാഷ് കിട്ടുന്നില്ല, നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എക്സ്പെൻസ് ഇൻക്രീസ് ആവുന്നത് കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം, ഇതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ക്രെഡിറ്റിൽ എന്ത് കാണിക്കും? ഒന്നെങ്കിൽ ക്യാഷ് കാണിക്കും, അതല്ലെങ്കിൽ സെയിൽസ് എന്നോ മറ്റോ ഒക്കെ കാണിക്കും. അപ്പോൾ അത് ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ ഇവിടെ കാണിക്കുന്നത് പർച്ചേസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു ടവല് കൊടുത്ത സമയത്ത് നമുക്ക് ക്യാഷ് ഒന്നും കിട്ടുന്നില്ല. അതായത് നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് ഈ ഒരു ടവൽ പുറത്തോട്ട് പോയത് എന്ന് പിന്നീട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം. അതായത് ഈ ഒരു ടവൽ നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മുടെ ബിസിനസ്സിലോട്ട്, നമ്മുടെ ഷോപ്പിലോട്ട് ഈ ടവൽ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും എൻട്രി ഇട്ടിട്ടുണ്ടായിരിക്കുന്നത്? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് എന്നായിരിക്കും. കാരണം നമ്മുടെ ബിസിനസ്സിലേക്ക് ടവൽ വന്നു എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു. അതായത് പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി, അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു എന്നായിരിക്കും നമ്മൾ കാണിച്ചത്. അപ്പോൾ ഇവിടെ പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ ചാരിറ്റി അക്കൗണ്ട് ഡെബിറ്റ് 3000 ടു പർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ് 3000.